ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അതിന് പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചെമ്മീൻ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. വലിയ ചെമ്മീനായതുകൊണ്ടാണ് ഞാൻ ഇപ്പം പീസാക്കിയിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ അതേപോലെ എടുക്കാമെന്നുള്ളൂ. അപ്പം നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതൊന്ന് 15 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള റെഡിയാക്കാം. ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാന് ചൂടായി. അപ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആവുമെന്ന് വെച്ചാൽ നന്നായി ഫ്രൈ ആവുമെന്ന് വേണ്ട, ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി. ഈ ചെമ്മീനൊന്ന് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പാനിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം പാനിൽ തന്നെ ബാക്കി മസാല ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സവാള നമുക്കിതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു സവാളയാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് വേപ്പിലയും ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്നും അത്ര നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് എൻ്റെ റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് എൻ്റെ റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് മാറ്റി കൊടുക്കാം. ഈ സ്റ്റേജിൽ മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, ആവശ്യത്തിനുള്ള എരിവുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. അതൊരു 1/4 ടീസ്പൂണാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഒക്കെ നമ്മളുടെ ടേസ്റ്റിന് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഇതിനാണ് ചെയ്തുള്ളത്. പിന്നെ നേരത്തെ ഫ്രൈ ആക്കി വെച്ചുള്ള ചെമ്മീനും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. അപ്പം അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം കുറച്ച് മല്ലിയിലും കൂടെ നമുക്ക് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എല്ലാത്തിൽക്കും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. കൂടുതൽ ടൈമൊന്നും വേണ്ട, ചെമ്മീൻ്റെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീനൊക്കെ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്നിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. വെള്ളം അതിലുള്ളതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതിൻ്റെ മാവാണ് റെഡിയാക്കേണ്ടത്. അത് നമുക്ക് സാധാ പത്തിരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ ഒന്ന് കുഴച്ച് ഒരു ഡോ ആക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്ക് ഈ ഡോ ഒന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ബോളാക്കിയിട്ട് എടുക്കാം.